ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പരിപ്പ് സാദമാണ്. പരിപ്പ് സാദം അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ പറയുന്ന അരിസിയും പരിപ്പും എന്ന് പറയുന്ന അതേ വിഭവമാണ് കാണുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഇത് ഞങ്ങൾ കോയമ്പത്തൂർ താമസിക്കുന്ന സമയത്ത് നമ്മുടെ ഹൗസ് ഓണർ ഉണ്ടാക്കിയിരുന്ന മെത്തേഡാണ് കാണിച്ചു തരുന്നത്. സൂപ്പറാണ്. ഒരു പപ്പടം അച്ചാറ് ഉണ്ടെങ്കിൽ സൂപ്പർ. ഇന്ന് ഞാൻ വെറും പിക്കിൾ മാത്രം കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. വരൂ നമുക്കൊരു സിമ്പിൾ പരിപ്പ് സാദം കാണാം. നമുക്ക് തുടങ്ങാം. അരിസിയും പരിപ്പും അല്ലെങ്കിൽ പരിപ്പ് സാദം 1.5 ഗ്ലാസോളം ഉള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ സുർത്തിക്കോലം, അതായത് കോലം റൈസ് എന്ന് പറയുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി എടുക്കാം, പൊന്നി എടുക്കാം, ജയ എടുക്കാം. നമ്മൾ വലിയ അരിയൊന്നും എടുക്കണ്ട. അതിന് 1 ഗ്ലാസ് പരിപ്പ്, തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 തക്കാളി, 1 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവോള, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇതാണ് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് പതുക്കെ കുക്കറിൽ തന്നെ എല്ലാം തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടുള്ളൂ. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കടുക്, വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കടലപ്പരിപ്പ് 1 സ്പൂണ്, കുറച്ച് കറിവേപ്പില, ഇതും കൂടിയിട്ട് നന്നായി വഴറ്റുന്നു. ഇതിലേക്ക് എടുത്തു വെച്ച ആ 2 പച്ചമുളക് നടുവേ കീറിയിട്ട് അതും കൂടി ഇടുക. നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ വെളുത്തുള്ളി അതും കൂടിയിട്ട് നന്നായിട്ട് മുറിച്ചിട്ട് ഇടുക. ഇതിന് ഇങ്ങനെ ഷേപ്പിലൊന്നും മുറിക്കണം എന്നൊന്നുമില്ല. എല്ലാം കൂടി കുക്കറിലാവാൻ പോവാണ്. ഇനി ഇപ്പോൾ സവോളയും കൂടി ഇട്ടു. 1 മീഡിയം സൈസ് സവോള മതി. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും ലൈറ്റായിട്ടൊന്ന് കളർ മാറണം, അത്ര മാത്രമേ ഉള്ളൂ. ലൈറ്റായിട്ടൊന്ന് കളർ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്, പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഈ കാശ്മീരി ചില്ലി വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് മാറ്റാം. ജസ്റ്റ് ഈ എരിവ് മാത്രം മതിയെങ്കിൽ ഓക്കെ, ധാരാളം മതി. പച്ചമുളകിൻ്റെ എരിവ് ധാരാളം മതിയാവും. അപ്പോൾ ഈ അരിക്ക് വേണ്ടിയിട്ട്, ഈ ചോറിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി മുറിച്ചതിനെ നന്നായിട്ട് ഇടുക. മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഇത് എന്താണ് പറയുക, വെന്തുടഞ്ഞ് അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരിയും പരിപ്പും കൂടിയിട്ടുള്ളത് ആക്കി കൊടുക്കുക. സോ 1.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് പരിപ്പ് എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇതിനെ ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ട് ഈ അരിയും പരിപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി നന്നായി പിഴിഞ്ഞ് വെച്ചിട്ട് 1/2 കപ്പ് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ആ ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പരിപ്പിനും ഈ ധാരാളം മതി. ഈ വെള്ളം നന്നായിട്ട് വെന്തുടഞ്ഞോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് മാറും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ കോലം റൈസിന് കറക്റ്റായിരിക്കും, സുർത്തിക്കോലം റൈസിന് കറക്റ്റായിരിക്കും 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. ഇപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു കുറ്റി ഇങ്ങനെ പൊന്തി വരണ സമയത്ത്, ഞാൻ നന്നായിട്ട് ആവി വരണ സമയത്ത് വിസിലിട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ ഞാൻ ഒരു 10 മിനിറ്റ് വെക്കും. ഇതാണ് എൻ്റെ കണക്ക്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ രീതിയിൽ ആക്കിയെടുക്കാം. 2 വിസിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഓരോരുത്തർ ചോറ് വേവിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. സോ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിസിലെല്ലാം കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞതിന് ശേഷം, ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ നല്ല അരുമയാണ്, സൂപ്പറാണ്. കോങ്കനാട് സ്പെഷ്യൽ അരിസിയും പരുപ്പും ரெடி ஆயிருச்சுங்க. அப்படியே மேலே நெய் ஊற்றிட்டு சாப்பிட்டோம்னா சும்மா அருமையாக இருக்கும். അത്രയ്ക്ക് സൂപ്പറാണ്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കൂ. നല്ല 1 പോട്ട് മീൽ റൈസ് എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയുള്ള സൂപ്പറായിട്ടുള്ള പരിപ്പ് സാദം റെഡിയായി കഴിഞ്ഞു. നല്ല പോലെ ആ കുഴഞ്ഞ് പരിപ്പൊക്കെ അതിൽ പിടിച്ച് ആ ഇളം പുളിപ്പോട് കൂടിയിട്ട് സൂപ്പറായിരിക്കും. ഞാനിവിടെ ഗാർലിക് പിക്കിളിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത്. ഇനി നിങ്ങൾക്ക് എന്ത് സൈഡ് ഡിഷ് വേണമെങ്കിലും വെച്ച് സെർവ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കൂ. ഓരോ വായും നിങ്ങൾ അത്ര എൻജോയ് ചെയ്യും. അത്രയ്ക്ക് സൂപ്പറാണ് ഈ അരിസിയും പരിപ്പും എന്ന് പറയുന്ന ഈ ഒരു പരിപ്പ് സാദം. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വരൂ, അപ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. പരിപ്പ് സാദം നല്ല ചൂടോടെ ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ പപ്പടം, എന്ത് വേണമെങ്കിലും, ഉരുളക്കിഴങ്ങ് ഉപ്പേരി,
ഇതൊക്കെ നന്നായിരിക്കും കേട്ടുള്ളൂ. ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത്. വെളുത്തുള്ളി അച്ചാർ, ചൂടോടെ കഴിക്കുമ്പോഴേ സോഫ്റ്റായിട്ട്. കൊങ്കുനാട് സ്പെഷ്യൽ അരിസിയും പരിപ്പും എന്നാണ് അവർ പറയുക. സൂപ്പർ. അപ്പോൾ സമയമാവണു, കഴിക്കട്ടെ. അവസാനിപ്പിക്കാറായി. വീണ്ടും നമുക്ക് കാണാം പുതിയ റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.